പണ്ട് അത് പെസ്സിൽ. ഓക്കെ ഡേവിഡ് ബെക്ക്. എടാ അതെന്തെന്നാ ഓക്കെ ഡിവിഷൻ 1 ആണ്. നൈസ് ഡിവിഷൻ 1 ഒപ്പോണൻറ്റ് ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം. ഓക്കെ നമ്മളെ സ്ക്വാഡ് എന്തായാലും എല്ലാവരും ഓക്കെയാണ്. ഓക്കെ മാച്ച് സ്റ്റാർട്ടഡ്. ഹിയർ വി ഗോ. ഡിയോങ്. ഓക്കെ കോസ്റ്റ കൂർത്ത കമാൻ വെറുതെ. ഓക്കെ സോറി റുമി സ്നൈഡറിനെ കൊണ്ടൊരു ഷൂട്ട് ലോങ് റേഞ്ചറൊക്കെ പോകും നോക്കാമായിരുന്നു, കാരണം 101 കിക്കിംഗ് പവറിലുള്ള സാധനമല്ലേ. കേച്ച് റോഡ്രി, ഡിയോങ്, എംബാപ്പെ, സ്നൈഡർ. നൈസ് എംബാപ്പെ. ഓക്കെ സ്നൈഡറിനെ ഞാൻ നേരത്തെ കൊടുക്കാൻ നോക്കി. എംബാപ്പെ. ഓക്കെ ഡിയോങ് ടു എംബാപ്പെ. കൺട്രോൾ. ഓക്കെ മെസ്സി. സ്നൈഡർ ഡബിൾ ടച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഇടുമായിരുന്നു, പക്ഷേ സ്നൈഡറിന് അതില്ല ഗൈസ്. ഭയങ്കര ടഫാലോ എൻ്റെ ഡിഫൻസ്. സ്നൈഡർ. പ്ലാറ്റിനി. നൈസ് സ്നൈഡർ. റോഡ്രി. റുമി കമോൺ. ഇറ്റ്സ് എംബാപ്പെ. ഇറ്റ്സ് റുമി. എന്ത് പാസ്സാടത്. ഓക്കെ പ്ലാറ്റിനി. ബെക്കം. വിനീഷ്യസ്. ഓക്കെ ഡേവിഡ് ബെക്കം. ലോങ് റേഞ്ചർ. ഡേവിഡ് ബെക്കമിനെ കൊണ്ട് ലോങ് റേഞ്ചറൊക്കെ പണ്ട് അത് പെസ്സിൽ. ഓക്കെ ഡേവിഡ് ബെക്ക്. എടാ അതെന്തെന്നാ പൊന്നീച്ച പറഞ്ഞെന്നൊക്കെ പറയില്ലേ, ഇത് എന്താടാ അത്. എടാ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഇങ്ങനെയൊന്നും അടിക്കൂലെന്ന്, അപ്പത്തേക്കെന്നെ അടിച്ച് അണ്ണാക്കി തന്നെ. ഇത് ഇവ ആദ്യം അടിക്കലുണ്ട് തോന്നല്ലോ. ഫസ്റ്റ് ഒരു ലോങ് റേഞ്ചർ അത് നടന്നില്ല, അടുത്തൊരു ലോങ് റേഞ്ചർ കുട്ടിലും കൂളേസ് ഒരു രക്ഷയില്ല അടിച്ചേറ്റി. വിനീഷ്യസ്. എല്ലാം സ്പാമിങ് ആണോ? അല്ലല്ല ചെക്കൻ. എന്നാലും ആ ബെക്കമിനെ കൊണ്ട് അത് ഇവിടെ നിന്നല്ല ഗോൾ ഇട്ടത്. ഇപ്പം മെസ്സി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് അടിച്ച് കയറ്റിയ ഗൈസ്. ഇപ്പം മെസ്സി ആടുന്ന ഗോൾ എടുത്തില്ലേ, അവിടെ നിന്നാണ് അടിച്ച് കയറ്റിയത്. ഭയങ്കര ഗെയിം പ്ലേയിൽ ഭയങ്കര എന്താ പറയുക ഡൊമിനൻസ് ആയിരിക്കും, പക്ഷെ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ഷൂട്ട് ചെയ്യൽ കുറവാണ്, അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. അതൊന്നും ഈ ഫുട്ബോൾ 25 ആകുമ്പോഴത്തേക്ക് ശരിയായാൽ മതിയായിരുന്നു. കേച്ച് ഡിയോങ്. ഹൈലൈറ്റ്സ് കാണും കൈസ്. ഇച്ചാത് ഗോളൊക്കെ അടിച്ച് കയറ്റിയത് എന്ത് തേങ്ങയത്. സ്നൈഡർ. റോഡ്രി. ഇറ്റ്സ് മെസ്സി. കമോൺ റോഡ്രി. ഡിയോങ്. റുമി. നൈസ് ടേൺ. മെസ്സി. എൻ്റെ പ്ലേയേഴ്സൊക്കെ എന്താ എടുത്തിട്ട് അവന് കൊടുക്കുന്നത്. നേരത്തെ ആ പാസ് ഇട്ടത് എൻ്റെ ഒരു പ്ലെയറാണ്, ബെക്കമിൻ്റെ ആ ഗോളിൽ. തേങ്ങ എടാ നടുക്കൂട്ടൊക്കെ പോകുന്ന ക്രോസ് സീനാണ്ടല്ലോ. 55 ആയി ഗൈസ്. 1-0 ഡൗൺ ആണ്. ചിക്കളി പൊട്ടിയാലും കുഴപ്പമില്ല, കാരണം അമ്മാതിരി ഗോളൊക്കെ അടിച്ച് കയറ്റി. ഓക്കെ ക്വരസ്കെലിയ പോയി. അവനത് 1 ടച്ച് പാസ് ഇട്ടാണെങ്കിലേ ഓ തേങ്ങ. മൂഫിക്കണ ഐസ് മൂഫിക്കണം. ഷൂട്ടാ ബെക്കം തന്നെയാന്ന് തോന്നല്ലേ. ബെക്കം തന്നെയാ. റുമി കമോൺ. എടാ റുഡിഗർ. പക്ഷെ ഒരൊറ്റ ഷൂട്ട് ഞാൻ ചെയ്തില്ല, ഒരൊറ്റ ഷൂട്ട് പോലും എനിക്ക് ഇത്രയും നേരമായിട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ചാൻസ്. സ്നൈഡർ. പാസ് എംബാപ്പെ. സ്നൈഡർ. ഡിയോങ്. മെസ്സി. എടാ ഷാവ് കാൻസേലൊക്കെ ഇവനെവിടെ കളിപ്പിക്കുന്ന, റൈറ്റ് മിഡ് ആണെന്ന് തോന്നുന്നു. എംബാപ്പെ. നൈസ് ടാക്കിൾ ഫ്രം ആരാണത്? ഹോലൻഡിനെ ഇറക്കാൻ തോന്നുന്നല്ലേ. ഇവർ രണ്ടാളിരിക്കട്ടെ. പിന്നെ മെസ്സിനെ മാറ്റാം, മെസ്സി ഡൗൺ ആയിട്ടുള്ള AMF മാറ്റിയിട്ടുണ്ട്. ഒക്കെ എന്തോ ഡൗട്ട്, അതുകൊണ്ട് ഹോലൻഡിനെ മാറ്റിയിട്ട് ഞാൻ റുമീനെ തന്നെ ഇടുന്നുണ്ട്. റുമിയും ലൗട്ടാരോ മാർട്ടീനസും. എംബാപ്പെ ശരിയില്ല കൈസ്. എൻ്റെ മറ്റേ ഫ്രാൻസിൻ്റെ കാർഡ് സീനാട്ടോ, അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിട്ടൂലേ.
അല്ല എല്ലാവരും കിട്ടാൻ ചാൻസ് കുറവല്ലേ, അത് മറ്റേ എങ്ങനെ കിട്ടുന്നതല്ലേ, 3 കാർഡ് അങ്ങനത്തെ കിട്ടു. ഓക്കെ ചുറുമി കമോൺ, മിസ്റ്റേക്കടാ ഗൈസ്, ഒരൊറ്റ ഷൂട്ട് ഞാൻ ചെയ്തില്ല. 77 മിനിറ്റായി. ഓക്കെ നൈസ് ഡിയോങ് വൈറ്റ്, ഒരു ഷൂട്ടെങ്കിൽ ചെയ്യടാ, ഒരു ഷൂട്ടെങ്കിൽ കമോൺ. നെയ്മർ അവിടെ പൊസിഷൻ പോലും ഇല്ല അവിടെ. ഓക്കെ ഓഫ് സൈഡ് ഉള്ളത്, പക്ഷേ ഒരു കംബാക്ക് അടിക്കാൻ കഴിയുമോ നോക്കട്ടെ. ഓക്കെ ലൗട്ടേറോ, നൈസ് പാസ് റുമി, ഇറ്റ്സ് ലൗട്ടേറോ, ഫസ്റ്റ് ഷോട്ട് അല്ലേ. ഞാനൊരു ഷൂട്ട് ചെയ്ത ഇത്രയും നേരം കളിച്ചിട്ട് അങ്ങനെ ഒരു ഷോട്ട്. പക്ഷെ അത് അവിടെ ഒരു മാർസെറ്റ് കണക്ക് ഇടായിരുന്നല്ലോ എനിക്ക്, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടല്ല ആലോചിക്കുക നിൽക്കുമല്ലോയിപ്പോയി. നൈസ് നെയ്മർ, പാസ് ടു റുമി, ലൗട്ടേറോ ബാക്ക് ടു റുമി, നൈസ് പാസ്. ലൗട്ടേറോ ഹാസ് ത്രൂ ബോൾ സ്കിൽ ഗൈസ്. 87th മിനിറ്റ്. കാരണം അത്രയും നേരം അറ്റാക്ക് ചെയ്തിട്ടൊരു ഓടിക്കല്ല, ഒരു ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. എൻ്റെ ലൗട്ടേറോക്ക് 1 ടച്ച് പാസ്സും ഉണ്ട്, ത്രൂ ബോളും ഉണ്ട്, അതുകൊണ്ട് തന്നെ നൈസായിട്ട് പാസ് ഇട്ട് കളിക്കാൻ പറ്റും CF വെച്ചിട്ട്. ഡബിൾ ടച്ച് ഇടണം ഗൈസ്, ഞാൻ കുറേ കാലമായി നോക്കുന്നിടുക. അയ്യോ മണ്ടത്തരം ഗൈസ്, ഇജാതി മണ്ടത്തരൊക്കെ കൊണ്ടാണ് ഇടക്കിടക്ക് മൈനസ് അടിക്കാൻ്റെ. കമോൺ ലാസ്റ്റ് ചാൻസ്, കീപ് കാം ആൻഡ് ക്യാരി ഓൺ. നൈസ് ബാക്ക് ടു ലൗട്ടേറോ, ഈസി ഫിനിഷ്, യെസ് വാട്ട് എ കം ബാക്ക്. ഐ എം സോറി ബഡി, ദാറ്റ് വാസ് എ ഗുഡ് ഗോൾ ബട്ട് ഐ ഹാവ് ടു കം ബാക്ക് അല്ലേ. എൻ്റെ ഗോൾ ഒരു രക്ഷ ഉണ്ടായില്ല, അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് കം ബാക്ക് അടിക്കണം ഗൈസ്. 87th മിനിറ്റിലാണ് ഒന്നാമത്തെ ഗോൾ അടിച്ച്, എന്നിട്ട് രണ്ടാമത്തെ അടിച്ച് കയറ്റിയിട്ടുണ്ട് ലാസ്റ്റ് 93-ൽ. യെസ് അപ്പോൾ എന്തായാലും എനിക്ക് റുമി ഗൈസ്, റുമി നല്ലോണം കളിച്ചു, ലൗട്ടേറോ കളിച്ചു, രണ്ടും ഒരേപോലെ കളിച്ചു. ലൗട്ടേറോ വന്നിട്ട് ചേഞ്ച് ആക്കി ഫുള്ള്. നേരത്തെ എംബാപ്പയ്ക്ക് വരെ ലൗട്ടേറോ ആണെങ്കിൽ പോട്ടെ, ആ ഈ എംബാപ്പയ്ക്ക് വരെ മറ്റേ ഫ്രാൻസിൻ്റെ എംബാപ്പ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. എടാ ഇതെന്തെന്നാ പ്രാർത്ഥിക്കുന്ന പഠിച്ചോനെ, എനിക്ക് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗെയിമിൽ ഭയങ്കര ഡൊമിനൻസ് ആയിരിക്കും നമ്മൾ, പക്ഷെ ഷൂട്ടിങ് കുറവാണ്, അവനെക്കാട്ടും കുറവാണ് എന്തായാലും. പക്ഷെ നമ്മൾ കളിച്ചു. ഹൈലൈറ്റ്സ് ആ ഗോളെന്ന് കാണട്ടെ, എൻ്റെ മൂന്നെഴുത് ഇതാണ് ആ ഗോളല്ലേ. എടാ അത് ഇവിടുന്നാടാ അടിച്ചേ. എടാ അത് നോക്കിയ സർക്കിളിൻ്റെ പുറത്തുനിന്നാ അടിക്കും, നോക്ക് ആ പാസ് ഉണ്ടാ, ഇജാതി പാസ്സൊക്കെ ആരൊക്കെ കൊടുക്കുക, എംബാപ്പെ മാത്രം കൈസ്. യോ പുന്നോ അടിച്ച് അണ്ണാക്കി കയറ്റി തന്നെന്ന് പറയാം മാൻ. ഓക്കെ 923. ഞാൻ കുറേ ഡൗൺ ആണ്, എനിക്ക് കയറ്റാൻ നോക്കും. ഇത് ചിലപ്പോൾ കാണുമ്പോഴത്തേക്ക് ഈ ഫേസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ ലാസ്റ്റ് ടൈമാണ്, 8-ാം തീയതി അല്ലേ അയ്യാ, ഇതിപ്പോൾ ലാസ്റ്റാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആ ഗോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കത് ഷോർട്സും കൂടി ആക്കാൻ കിട്ടി, ചാതി ഗോളായിരുന്നു. അത് ന്യൂ ബെക്കമാന്ന് തോന്നുന്നു, ഈ കഴിഞ്ഞ ആഴ്ച വന്ന ബെക്കം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, ആൻഡ് നെക്സ്റ്റ് വീഡിയോ, ബൈ.